താങ്കളുടെ പേരെന്താണ്? ലക്ഷ്മൺ. വീട് എവിടെയാ? കൊയ്യ. കൊയ്യാന്ന് പറഞ്ഞാൽ എവിടെയായിട്ടാണ് സ്ഥലം? മാളയിന്ന് 5 കിലോമീറ്റർ അകലെ, അല്ലെങ്കിൽ കൊടുങ്ങല്ലൂർ വഴി കീത്തോളിയിൽ നിന്ന് ചെന്ന് കഴിഞ്ഞാൽ കൃഷ്ണമട്ട വഴി. ഓക്കെ. വൈദ്യരെ നേരത്തെ തന്നെ പരിചയം ഉണ്ടായിരുന്നോ? ഇല്ലില്ല. അങ്ങനെയാണ് വൈദ്യരായിട്ടുള്ള പരിചയം വന്നത്? അടുത്ത വീട്ടിലെ പയ്യൻ വാർക്കയുടെ മുകളിൽ നിന്ന് വീണ് ഇങ്ങനെ തണ്ടിലൊടിഞ്ഞ് കിടക്കുന്ന സമയത്താണ് ഒഴിയാൻ അവിടെ വന്നപ്പോഴാണ് ഗോപാലജി മാഷ് എന്ന് പറഞ്ഞ ആൾ തന്നെ എൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ ലക്ഷ്മണന്റെ അവസ്ഥ എന്തായിരുന്നു ശരിക്കും? ഞാൻ മോഡലിൽ നിന്ന് വെയിറ്റ് 1 മാസം വെയിറ്റ് ഇട്ടിട്ട് എനിക്കത് വീട്ടിൽ കട്ടിലിൽ തന്നെ കിടക്കാണ്. എന്നിട്ട് വൈദ്യുതി വന്ന് ഈ വെയിറ്റൊക്കെ മാറ്റി ഒരു 5 മിനിറ്റ് തന്നെ ഒഴിഞ്ഞപ്പോഴേക്കും എനിക്ക് നടക്കാറായി. എനിക്ക് ഞാൻ റോട്ടിലും മിറ്റത്തൊക്കെ ഇങ്ങനെ നടന്നു. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം തന്നെ ഞാൻ കൊടകര ആറേശ്വരം എന്നൊരു മലയുണ്ട്, അവിടെ മലയിൽ പോയി ദർശനം കഴിഞ്ഞ് തൊഴുത് വന്നു. ആ മല ശബരിമലയുടെ ഒരു ചെറിയ മിനിമല എന്ന് വേണമെങ്കിൽ പറയാം. അത്രയ്ക്കുള്ള ബുദ്ധിമുട്ടുള്ള ഒരു മലയാണ്. അതപ്പോ ഇത്രയും അസ്വസ്ഥമായിട്ട് കിടന്നു വെച്ചാൽ ഒരു വ്യക്തി പിറ്റേ ദിവസം തന്നെ പോയിട്ട് ആ മല കയറി എന്ന് പറയുമ്പോ ആൾക്കാർക്ക് അത് വിശ്വസിക്കാൻ തന്നെ വളരെ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അതൊന്ന് വിവരിക്കാമോ? വൈദ്യരെ കണ്ടപ്പോ അതെങ്ങനെയായിരുന്നു? നമുക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റുമോ എന്നുള്ളൊരു വിശ്വാസമൊക്കെ കണ്ടപ്പോ തോന്നിയായിരുന്നു? കണ്ടപ്പോ എനിക്ക് അത്രയ്ക്ക് തോന്നിയിരുന്നില്ല. എനിക്ക് ഇതിന് മുമ്പ് ഒഴിഞ്ഞിട്ടില്ല. അപ്പൊ അങ്ങനെ വന്നപ്പോ നമ്മൾ ഇത്ര നാള് വെയിറ്റ് എടുത്തിട്ട് ഇങ്ങനെ കിടപ്പിൽ ഒരാൾ വന്ന് പെട്ടെന്ന് നമുക്ക് അതിന് ഉൾക്കൊള്ളാനൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് ഒരാൾ കിടക്കണ കിടപ്പില്. പിന്നെ ഈ മലയിലേക്ക് പോകുമ്പോ എൻ്റെ അയലക്കാരനും ഞാനും കൂടിയാണ് പോയത്. പെരും മഴയത്താണ് ഞങ്ങൾ രണ്ടാളും കൂടി കയറി പോയത്. തിരിച്ചു ആ ബൈക്കും തന്നെ മഴയത്ത് തന്നെ ഞങ്ങൾ വീട്ടിലെത്തുകയും ചെയ്തു. അപ്പം ഇങ്ങനെ പോയപ്പോ അതൊക്കെ മനസ്സിൽ എന്താണെന്നൊരു വികാരം? നമ്മളെ ഏറ്റവും ഭയങ്കര സന്തോഷം, ആനന്ദം, നമ്മുടെ മനസ്സിന് ഭയങ്കര, നമ്മൾ കിടന്ന് പെട്ടെന്ന് നമുക്ക് എനിക്കുമ്പോൾ ഒരു പ്രത്യേക ആനന്ദം. നമ്മൾ നടക്കാൻ കഴിയാതെ വീട്ടിൽ കിടക്കുമ്പോൾ നമുക്കൊരു പെട്ടെന്ന് ഒരു മോശം കിട്ടിയ പോലെ ആയിരിക്കും. അപ്പം ഇതേപോലുള്ള അസുഖങ്ങളുള്ള വ്യക്തികളൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ വൈദ്യരുടെ അടുത്തൊക്കെ വിട്ടിട്ടോ വല്ല അനുഭവങ്ങളോ അല്ലെങ്കിൽ വൈദ്യുതി ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് ഇതേപോലെ രക്ഷപ്പെട്ട കാര്യങ്ങളൊക്കെ അറിയാമോ? അറിയാം. അവരെ കുറിച്ചൊന്ന് പറയാമോ? നമ്മുടെ ആ സ്ഥലം എവിടെയെന്ന് പറഞ്ഞാൽ മതി. പറൂര് ശർമ്മയുടെ സ്വന്തത്തിലുള്ള ഒരു ചേച്ചിയാണ്. ആ ചേച്ചി തളർന്ന് കിടപ്പിലായിരുന്നു. ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിട്ട് ഡോക്ടർമാർ വരെയും പറഞ്ഞിരുന്നു നടക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള കേസാണെന്ന് പറഞ്ഞ ഒരു ചേച്ചി ഇപ്പോൾ അവർ പഴയതിനേക്കാൾ ജോലിക്കും എല്ലാ കാര്യങ്ങൾക്കും പോകുന്നുണ്ട്. അപ്പൊ അത് ആര് പറഞ്ഞാ അറിഞ്ഞ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ചേച്ചി തന്നെ ഞാൻ ഒരു ഫംഗ്ഷനിൽ കണ്ടപ്പോ ഞങ്ങൾ സംസാരിച്ചാണ്. അത് ശരിയോ. പിന്നെ ലക്ഷ്മണന്റെ കുടുംബത്തിൽ എത്ര പേരാ ഉള്ളത്? എന്റെ കുടുംബത്തിൽ 4 പേര്. അവരൊക്കെ എന്തൊക്കെയാ ചെയ്യുന്നു? 2 മക്കള്, ഒരു കുട്ടി +2 ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നു, ഒരു കുട്ടി 7ലേക്ക്. ഭാര്യ വീട്ടിൽ തന്നെ ഹൗസ് വൈഫ് ആണല്ലേ? അപ്പം ലക്ഷ്മണന്റെ ജോലി എന്താണ്? എനിക്ക് ഫ്ലവർ മില്ലാണ് പ്രധാനം. ഒത്തിരി ഭാരങ്ങളൊക്കെ എടുക്കണ പണിയൊക്കെ ആയിരിക്കും അല്ലേ? ഇടയ്ക്ക് വെയിറ്റ് ഒക്കെ പൊന്തിക്കണം. അപ്പൊ വെയിറ്റ് പൊന്തിച്ചാൽ എനിക്ക് പ്രശ്നമാണ്, നീർക്കെട്ടും അപ്പൊ ശരീരത്തില്. അതിനുശേഷം വൈദ്യുത ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തിട്ടുണ്ടോ? ഇടയ്ക്ക് വന്ന് ചെയ്യാറുണ്ട്. വൈദ്യുത ട്രീറ്റ്മെന്റിനെ കുറിച്ച് ലക്ഷ്മണന്റെ അഭിപ്രായം എന്താണ്? നമുക്ക് വളരെ ഗുണമായിട്ട് അനുഭവപ്പെട്ടിട്ടുണ്ട്. പല പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാലും നമുക്കത് മാറിയിട്ടുമുണ്ട്. ഇടയ്ക്ക് വന്നൊരു നീർക്കെട്ട് വരും, അത് മാറി വൈദ്യുതി വന്ന ഒരു ഒറ്റ പ്രാവശ്യം തിരുമ്പിൽ കഴിഞ്ഞാൽ പിന്നെ ഒരു കൊല്ലത്തിൽ നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അന്ന് വൈദ്യുതി അവിടെ നിങ്ങളുടെ വീട്ടില് അവിടെ വന്ന് ട്രീറ്റ്മെന്റ് ചെയ്യാറുണ്ടല്ലേ? വീടുകളിൽ വന്നിട്ട് ട്രീറ്റ്മെന്റ് ചെയ്തിട്ടുണ്ട്. അടുത്തുള്ള അയൽക്കാരും മറ്റുള്ള കുറച്ച് ആൾക്കാരും വീട്ടിൽ ഹോസ്പിറ്റൽ പോലെയായിരുന്നു കുറച്ച് ദിവസങ്ങളിൽ.
ഓ ലക്ഷ്മണന്റെ വീട്ടില് ട്രീറ്റ്മെന്റ് അവിടെ വരുമ്പോ വീട്ടിൽ നിന്നാണ് അപ്പോ വൈദ്യുതി അവരൊക്കെ ട്രീറ്റ്മെന്റ് ചെയ്തോണ്ടിരുന്നത്? തീർച്ചയായിട്ടും. അതിന് ഒരു റൂമും ഒരു കട്ടിലും വൈദ്യുതിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒത്തിരി പേർക്ക് അവിടെ ആശ്വാസം കിട്ടിയിട്ടുണ്ടോ ട്രീറ്റ്മെന്റ് ചെയ്തിട്ട്? ഓ ഓക്കെ. പിന്നെ ഇപ്പം അവിടുന്ന് ഇപ്പം വൈദ്യരുടെ സ്ഥലത്ത് വന്ന് ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ ഉള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വകവെക്കാറുണ്ടോ ലക്ഷ്മണൻ? ഞാൻ വകവെക്കാറില്ല. എന്റെ ശരീരത്തിന്റെ ഇതനുസരിച്ച് ഞാൻ വന്ന് വൈദ്യുതി നേരിൽ വന്ന് ഇവിടെ വന്ന് കടവന്തറ വന്ന് ട്രീറ്റ്മെന്റ് ചെയ്ത് പോവാറുമുണ്ട്. അപ്പൊ അതുകൊണ്ട് മനസ്സിനൊരു സ്വസ്ഥതയും കിട്ടുന്നുണ്ടല്ലേ വൈദ്യുതി ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ? നമുക്ക് മനസ്സിന് മാത്രമല്ല ശരീരത്തിന് ആ നീർക്കെട്ട് പോയി ശരീരത്തിന് വളരെ ആശ്വാസമുണ്ട്. വൈദ്യുതിയെ കുറിച്ച് എന്താണ് ലക്ഷ്മണന്റെ അഭിപ്രായം? ഉള്ളത് മനസ്സിലുണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തുറന്ന് പറയാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. നമുക്ക് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ വലിക്കാറുണ്ട്. എന്ത് വൈദ്യുതി തന്ന മരുന്ന് നമ്മളെ ശരീരത്തിൽ വലിക്കാറുമുണ്ട്. ചെയ്യുന്ന ജോലിക്ക് കൈപുണ്യമുള്ള ഒരാളെന്ന് എനിക്ക് പറയാം. വൈദ്യുതി ഇനിയിപ്പം നമുക്ക് നമ്മുടെ അറിവിൽ എന്തെങ്കിലും കേസുകളൊക്കെ ഉണ്ടെങ്കിൽ വൈദ്യുതിയുടെ അടുത്ത് നമുക്ക് ധൈര്യമായിട്ട് പറഞ്ഞു വിടാല്ലേ? ഞാൻ ധാരാളം കേസുകൾ വൈദ്യുതിക്ക് കൊടുത്തിട്ടുണ്ട്. മാള ഏരിയയിലും പൊയ്യ ഏരിയയിലും ധാരാളം കേസുകൾ വൈദ്യുതിക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ആരോഗ്യസ്ഥിതിയിലൊക്കെ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നുണ്ട് അല്ലേ? തീർച്ചയായിട്ടും. എന്തായാലും കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് നന്ദി. ശരി.